വെൽക്കം ടു എ ന്യൂ സെഷൻ. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റഗ്രൽ മെത്തേഡ് ആൻഡ് ഡിഫറൻഷ്യൽ മെത്തേഡ് ഓഫ് കൈനറ്റിക് ഡാറ്റ അനാലിസിസ് ആണ്. അതായത് നമുക്കറിയാം ഒരു റിയാക്ഷൻ എ ഗിവിങ് ബി എന്നുള്ള റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ എൻ്റെ റേറ്റ് ഫോം -r=KCA ആണെന്ന് അറിയാം. അപ്പം ഒരു കുറേ കോൺസെൻട്രേഷൻ കുറേ ടൈമും നിങ്ങൾക്ക് ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കിപ്പം അതിൻ്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നു -r=KCA ആണ്. അതിൽ K വാല്യൂ എത്രയാണ്, അതുപോലെ CA വാല്യൂ എത്രയാണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈനറ്റിക് അനാലിസിസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡിഫറൻഷ്യൽ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡാണ് ഇൻ്റഗ്രൽ മെത്തേഡ്. ഡിഫറൻഷ്യൽ മെത്തേഡിൽ നമുക്ക് റേറ്റ് ഇക്വേഷൻ ഇപ്പം -r=KCA ആണ്. അതുപോലെ ഡിഫറൻഷ്യൽ ഫോംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് -r=1/v dNA/dt. അതെന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഫോം ഓഫ് റേറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഫോംസ് നമ്മൾ കൺസിഡർ ചെയ്ത് ഡാറ്റ പ്ലഗിൻ ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ മെത്തേഡ്. അപ്പോൾ അത് ഒരു ഡയറക്റ്റ് നമുക്ക് വാല്യൂ കിട്ടുന്ന റേറ്റൊക്കെ നമുക്ക് ഡയറക്റ്റ് ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു ഡീമെറിറ്റ് ഉണ്ട്. നമുക്ക് കുറേ സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫറൻഷ്യൽ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് ഇത് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളിപ്പം -r=KCA, കെയോ സിയോ വാല്യൂ ഒക്കെ ഒരു കുറേ സെറ്റ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ നിങ്ങൾക്ക് തരും. ടൈമും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഉള്ളൊരു ടേബിൾ തന്നിട്ട് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണിത്. അപ്പോൾ ഡിഫറൻഷ്യൽ മെത്തേഡ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇത്. ഈ രണ്ട് മെത്തേഡും, ഡിഫറൻഷ്യൽ മെത്തേഡും ഇൻ്റഗ്രൽ മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആണ്. നമ്മൾ തരുന്ന ഡാറ്റ ഒരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്തതിന് ശേഷം അൺനോൺ ആയിട്ടുള്ളത് നമ്മൾ ഈ ജനറൽ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. വി വിൽ ഡിസ്കസ് വൺ എക്സാമ്പിൾ. രണ്ട് ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഗ്രാഫ് നോക്കാം. -r=dCA/dt. ഇതൊരു ഡിഫറൻഷ്യൽ ഫോമാണ്. വൈ ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. f(CA) അതായത് കോൺസെൻട്രേഷൻ ആണ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഇമേജ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡോട്ടഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തരുന്ന കോൺസെൻട്രേഷൻ ടേം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന ടേംസ് ആയിരിക്കും ഡോട്ടഡ് ലൈനിൽ വരുന്നത്. ഡോട്ടഡ് ലൈനിൽ മാക്സിമം എല്ലാ ഡോട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ മിക്കവാറും പറ്റാറില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ 10 പോയിൻ്റ് ഉണ്ട്. അതിലൊരു 8 പോയിൻ്റ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മെത്തേഡ് വഴി നമുക്ക് ഈ അൺനോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻസോ റേറ്റോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഈ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഓരോ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കിട്ടും. സെക്കൻഡ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇൻ്റർസെപ്റ്റ് എവിടെയാണ് വൈയിൽ വന്ന് ടച്ച് ചെയ്യുന്നത് ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് K വാല്യൂ -r=K അല്ലേ, KCA അല്ലേ, ആ K വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എക്സിൽ എടുക്കുന്നത്, എന്തൊക്കെയാണ് വൈ ആക്സിസിൽ എടുക്കുന്നത്. ഇപ്പോൾ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഗ്രാഫ് ഫോമിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ മാറ്റുക. ഇപ്പം K വാല്യൂ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ഗ്രാഫിലുള്ള വൈ ആക്സിസും എക്സ് ആക്സിസും എന്താണെന്ന് കണ്ടല്ലോ, അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ CA ആയിരിക്കും തന്നിരിക്കുന്നത്. അതിൽ നിന്ന് dCA/dt വാല്യൂ ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമുക്കൊരു കണക്ക് ചെയ്തിട്ട് നോക്കാം. പ്രോബ്ലത്തിൽ ടൈമും കോൺസെൻട്രേഷനും ടൈമിൽ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ്റെ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന nth ഓർഡർ റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. അത് ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ -r=dCA/dt അല്ലെങ്കിൽ KCA⁻n എന്ന് നമുക്കറിയാം. n എന്ന് വെച്ചാൽ ഓർഡർ ആണെന്ന് നമുക്കറിയാം. ഓൾറെഡി പറഞ്ഞു ഡിഫറൻഷ്യൽ മെത്തേഡിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ഇത് മാറ്റണം, റേറ്റ് ജനറൽ ഇക്വേഷനെ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും RHSലും ലോഗ് എടുക്കും. ഓക്കെ, ലോഗ് 10 കൊടുക്കും. അപ്പോൾ ഈ മുകളിലുള്ള ഇക്വേഷൻ എന്താണ്, y=mx+c എന്നുള്ള ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ടൈമും കോൺസെൻട്രേഷനും നമ്മൾ അതുപോലെ എടുത്തു. ഇത് ഡിഫറൻഷ്യൽ ഫോം ആയതുകൊണ്ട് dCA/dt നമ്മൾ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ CA തന്നിട്ടുണ്ട്. dCA/dt എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒരു ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലോപ്പ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാനൊരു ജനറലി സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറയാം. എന്നിട്ട് ഈ കാണുന്ന വാല്യൂ ഉണ്ടല്ലോ, മൂന്നാമത്തെ കോളത്തിലുള്ള -0.133 ഒക്കെ എങ്ങനെ കിട്ടുമെന്ന് പറയാം. കൺസിഡർ എ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഈ ഓറഞ്ചിൽ വരച്ചിരിക്കുന്നത്. അതിൽ 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യും, x1 y1 x2 y2. ഇത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ x2 y2 നിന്ന് താഴേക്ക് ലൈൻ വരയ്ക്കുന്നു, x1 y1ൽ നിന്ന് ഹൊറിസോണ്ടൽ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ y2 - y1/x2 - x1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റിൻ്റെ 2 പോയിന്റ് തമ്മിലുള്ള എൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. കമ്മിങ് ബാക്ക് ടു അവർ പ്രോബ്ലം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാമത്തെ കോളത്തിൽ കാണുന്ന സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നാണ്. അപ്പോൾ അതിലേക്ക് വരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടെമ്പറേച്ചറും കോൺസെൻട്രേഷനും പ്ലോട്ട് ചെയ്യുക. ടൈം എക്സ് ആക്സിസിലും കോൺസെൻട്രേഷൻ വൈ ആക്സിസിലും. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയിൻ്റാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളർ ലൈൻ മാത്രം ശ്രദ്ധിക്കുക, അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് ഓരോ പോയിന്റിൽ നിന്നും താഴേക്കും ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ y/x. അത് കണ്ടുപിടിച്ചിട്ട് ഓരോ പോയിന്റിലെയും സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മൂന്നാമത്തെ കോളത്തിലുള്ള
എന്താണ് വാല്യൂസ് വരുന്നത്. ഇനി അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് റോയിൽ -0.133 വന്ന സ്റ്റെപ്പാണ് കാണിക്കുന്നത്. റോ 1ൽ 10 - 0 ഡിവൈഡഡ് ബൈ 0 - 75 അങ്ങനെയാണ് നമുക്ക് -0.133 കിട്ടുന്നത്. അതേപോലെ ഓരോ പോയിന്റിലും നമ്മളിങ്ങനെ ട്രയാങ്കിൾ വൈയിൽ നിന്ന് താഴേക്ക് എക്സിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് വരച്ചാണ് ഈ പറയുന്ന ഓരോ പോയിന്റും കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കോളമായിട്ടുള്ള -dCA/dt കിട്ടും. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷനാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത്. സ്ലോപ്പ് ഓരോ പോയിന്റിൽ വരച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് log 10 - dCA/dt കണ്ടുപിടിക്കുക. അത് കാൽക്കുലേറ്ററിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാം. അതുപോലെ തന്നെ log 10 CAയും കണ്ടുപിടിക്കാം. ഈ മൂന്നാമത്തെ കോളത്തിലുള്ള ഓരോ പാരാമീറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ സ്ലോപ്പ് ഓരോ പോയിന്റ് വെച്ച് കൺസിഡർ ചെയ്ത് സ്ലോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ആ വാല്യൂ ആണ് ഗ്രീൻ കളർ പോയിന്റിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിന് നമ്മൾ ഡയറക്റ്റ് കോൺസെൻട്രേഷനും ടൈമും വെച്ച് വരയ്ക്കുന്നു. അതാണ് ബ്ലൂ ലൈൻ. അതിനുശേഷം സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ആ സ്ലോപ്പ് മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റ് സെയിം ഗ്രാഫിൽ തന്നെ വേറൊരു കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to plot between log 10 - dCA/dt on y axis and log 10 CA on x axis. ഇത് രണ്ടും നമ്മൾ നേരത്തെ സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ആ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ എന്നിട്ട് വരയ്ക്കുക. ഇത് വരയ്ക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരയ്ക്കുന്ന പോയിന്റ് നമ്മുടെ y ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യുന്ന എവിടെയാണോ ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് -R=KC എന്നല്ലേ നമ്മൾ എഴുതുന്നത്. ആ കെയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻ്റർസെപ്റ്റാണ്. അതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ log 10K ആണ്. അതിൽ നിന്ന് K വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഫ്രം ദ സെയിം ഗ്രാഫ് വിൽ ഗെറ്റ് ദ സ്ലോപ്പ് വാല്യൂ ആസ് 1.43. അതാണ് മുകളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ -R=KCയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ -R=KC ആണ്. അതിൻ്റെ ലിറ്റർ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ഇൻറ്റു സെക്കൻഡ് ആണ്. അപ്പം ഈ ആൻസർ നോക്കുമ്പോൾ 0.43 എന്താണ് വരുന്നത്? മോൾ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മോൾ റേസ് ടു -1 -1 + 1.43 വരുന്നതുകൊണ്ടാണ് 0.43 എന്ന് യൂണിറ്റിൻ്റെ മോളിൽ വരുന്നത്. അതുപോലെ തന്നെ CA/1.43 എന്ന് എഴുതിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ റേസ് ടു N ആണ് ജനറൽ ഫോർമുല. എന്ന് വെച്ചാൽ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറയുമ്പം ഈ സെയിം ഗ്രാഫിൽ നിന്ന് ഒരു 2 പോയിന്റ് കൺസിഡർ ചെയ്ത് സ്ലോപ്പ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1.43. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ -R=KCA, അതിൽ കെയുടെ വാല്യൂ കോൺസെൻട്രേഷൻ റേസ് ടു N എന്ന് പറയുന്നത് എന്താണ്? ഓർഡറും കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ജനറലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യുക, അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇതിൽ ചെറിയ എറർ വരാൻ സാധ്യതയുണ്ട്. കാരണം കുറേ ഡേറ്റ ഇല്ലെങ്കിൽ, ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് ഒരു 5-6 ടേം ടൈമും അതേപോലെ കോൺസെൻട്രേഷൻ ഒരു 5-6 വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം നമ്മൾ കണ്ടുപിടിക്കുന്ന റേറ്റ് ഏകദേശം ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ 1-2 പോയിൻ്റാണ് നമുക്ക് തരുന്നതെങ്കിൽ ഡിഫറൻഷ്യൽ മെത്തേഡ് ഓഫ് അനാലിസിസ് വിൽ ബി inaccurate. So this is for today's session. We will meet in the next class on integral method of analysis. Thank you for watching. Bye.